ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കളരിക്കലെ ശാപം അവൾ കേൾക്കില്ല. അഥവാ അങ്ങനൊരു ശാപം ഫലിച്ചാലും ആ ദൈവത്തോടെ ദുഷ്ടത്തരം വേറെ ആർക്കും ഉണ്ടാവില്ല. സാറേ, എന്ത് പണിയാടോ? ഒരു മുന്നറിയിപ്പ് തന്നിട്ട് വന്നൂടെ? മുന്നറിയിപ്പ് തന്നിട്ട് വരാൻ ഞാനെന്താ വന്ദേ ഭാരതോ? എന്റെ പൊന്നു സാറേ, അതെ സാറിത് അത്യാവശ്യമായിട്ട് നോക്കേണ്ട കാര്യാ. എടോ, എന്റെ ഒരു നല്ല സ്വപ്നം താൻ ഇല്ലാതാക്കി. ഓ, സ്വപ്നം വേണേ പൊക്കോട്ടെ സാറേ, നമുക്ക് ബിസിനസ് അല്ലേ പ്രധാനം. ആരാ പറഞ്ഞേ? സാറ് തന്നെ പറഞ്ഞു. സാറെപ്പോഴും അത് തന്നെയല്ലേ പറയാറ്. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസില്, വീട്ടിലെ കാര്യങ്ങൾ വീട്ടില്. മനസ്സിലായോ? കുടുംബത്തിലൊരു പെൺകുട്ടി വന്ന് കയറാൻ പോവാ. അതിന്റെ മാറ്റങ്ങള് കുടുംബത്തിലുണ്ടാവും. എടോ, അത് മനസ്സിലാക്കാനുള്ള സെൻസില്ല എനിക്ക്. ഉണ്ട് സാറേ, പക്ഷേ സാറ് പറഞ്ഞപ്പോഴാ ആ സെൻസ് കറക്റ്റ് ആയത്. ഓ, എന്നാലും എന്റെ സാറേ, ഇതൊരു വല്ലാത്ത മാറ്റായി പോയി കേട്ടോ. ഇതിന്റെ ഫുൾ ക്രെഡിറ്റും ഗാഥാമാടത്തിനാ. അല്ല, താനിപ്പോ എന്തിനാ വന്നേ? ഓ, അത് കള സാറേ. ഇനി ഓഫീസുകാരും ഈ വീട്ടിലെങ്ങാനും മിണ്ടിപ്പോയാ എന്റെ സ്വഭാവം മാറും കേട്ടോ. എന്നെ സാറേ, ഇപ്പോ നമ്മുടെ വീടിന്റെ ഈ ടോട്ടൽ അവസ്ഥയുണ്ടല്ലോ, എന്താ പറയാ, ആരുടെ മുഖത്ത് നോക്കിയാലും സന്തോഷം, ഒരു പ്രത്യേക ഉത്സാഹം. എല്ലാം ഗാഥാമാടത്തിന്റെ വരവുകൊണ്ടാ. ബാക്കി എല്ലാരെയും മാറ്റിക്കൂ. അമ്മായിയും മോളും ഭർത്താവും ഒക്കെ മാറിയ മാറ്റം കണ്ടോ? മാണിക്കുഞ്ഞെ, ഇനി കുറച്ചു നാളത്തേക്ക് സ്വപ്നങ്ങളിലാണ് എന്റെ സഞ്ചാരം. ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കൂട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. ഗാഥ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അതെല്ലാം പൂർത്തിയാക്കണം. അപ്പോ ഇനി കുറച്ചു നാളത്തേക്ക് നമ്മുടെ സ്പെഷ്യൽ പ്രോജക്റ്റ് അതാണ് അല്ലേ? അതെ, ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. അത് കണ്ടറിഞ്ഞിട്ട് താൻ കാര്യങ്ങളൊക്കെ ചെയ്തോണം. ഓഫീസ് കാര്യങ്ങളിലും നമ്മുടെ പ്രൊജക്ടിന്റെ കാര്യങ്ങളിലൊന്നും ഒരു വീഴ്ചയും വരാൻ പാടില്ല. സാറിന്റെ സ്വപ്നത്തിന്റെ വള്ളത്തിലേക്ക് അങ്ങ് കയറിക്കൂ സാറേ. എന്നിട്ട് ഗാഥാമാടത്തെയും വലിച്ചങ്ങോട്ട് കയറ്റി തുഴഞ്ഞങ്ങ് പൊക്കോന്നേ. ബാക്കിയൊക്കെ ഈ മാണിക്കുഞ്ഞ് കയറ്റും. ആ സാറേ, നീ വന്നേ. അതെ, ഇടയ്ക്ക് സ്വപ്നം ഒന്ന് ബ്രേക്ക് ആയാലുവേ വീണ്ടും കുറച്ചു നേരം മാഡത്തെ നോക്കി അങ്ങ് കിടന്നാലേ വീണ്ടും അത് കണ്ടിന്യൂ ആയിക്കോളൂ. ശരി, ഇത് നടക്കൂല. ഗോപാലമാമ ബില്ലിന്റെ കാര്യം ചോദിക്കാൻ പോയിട്ട് ഒരുപാട് നേരമായല്ലോ. അവിടെ നല്ല തിരക്കായിരിക്കും മോളെ. എപ്പ ചെന്നാലും ക്യൂ നിക്കണ്ടേ? എന്തായി ഗോപാലമാമ, ഇനി എത്ര അടക്കണ്ടേന്ന് പറഞ്ഞോ? എവിടെ? അവരോട് ഞാൻ കണക്ക് പറയുമ്പോഴേ അവര് സിസ്റ്റത്തിൽ കേറിയിട്ടില്ലെന്നാ പറയുന്നത്. മോളെ, ആ പഴയ ബില്ലൊന്നെടുത്ത് അവിടെ കൊണ്ടുപോയി കാണിക്കണം. ഇത് കല്യാണക്കത്താ. നോക്കട്ടെ. രണ്ടുപേരും തമ്മില് എന്തൊരു ചേർച്ചയാണല്ലേ ഗോപാലേട്ടാ. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു കണക്കുകൂട്ടലാന്നേ. അല്ലെങ്കിൽ ഗാഥയുടെ ഫോട്ടോ വാങ്ങിക്കൊണ്ട് വരും വഴി കൃഷ്ണ ഇവിടെ വെച്ച് കാണേണ്ട കാര്യമുണ്ടോ? കൃഷ്ണയുടെ ഫോട്ടോ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇത് ചേരേണ്ടതിനെ ദൈവം ചേർത്ത് വെച്ചതാ. ഹോ, ഇതൊന്ന് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ, തങ്കേച്ചി ആഗ്രഹിച്ച പോലെ ഇവര് തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ. അതിങ്ങോട്ട് തന്നെ. ഇത് വെച്ചുള്ള കണക്കുകൂട്ടൽ ഒന്നും വേണ്ട. ഇത് നമ്മളെല്ലാരും കൂടി കളിക്കുന്ന ഒരു നാടക.
അതില് എനിക്കൊരു വേഷമുണ്ട്. നാടകത്തിന്റെ അവസാനം ചത്തു പോകുന്നൊരു വേഷം. ആ ഗോപാലമ്മ ഇവിടെ ഇരുന്നേ, ഞാൻ പോയി ഈ ബില്ല് കാണിച്ച് ശരിയാക്കിയിട്ട് വരാം. ഇങ്ങോട്ട് വന്നേ. എന്ത് നിസാരായിട്ടാ ഗോപാലേട്ടാ അവൾ അവളുടെ മരണത്തെ കുറിച്ച് പറയുന്നേ. പകരം പറയാൻ നമുക്കൊന്നും അറിഞ്ഞൂടല്ലോ. ഈ ശാപമൊന്നും ഇല്ലായിരുന്നെങ്കിൽ, അവര് തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിരുന്നെങ്കിൽ, ദൈവം അങ്ങനെ ഒരു കാരുണ്യം കാണിക്കോ ഗോപാലേട്ടാ? ഒരു കാര്യം എനിക്ക് ഉറപ്പാ സുനന്ദേ, ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിലേ ആ ശക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ ആ കൃഷ്ണമോളും. കളരിക്കലെ ശാപം അവൾ കേൾക്കില്ല. അഥവാ അങ്ങനൊരു ശാപം ഫലിച്ചാലും ആ ദൈവത്തോടും ദുഷ്ടത്തരം വേറെ ആർക്കും ഉണ്ടാവില്ല. ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നവീൻ, നവീൻ, നവീൻ എന്നെ വിട്ട് പോവല്ലേ, ഞാൻ സമ്മതിക്കില്ല.